ഞാൻ പറയട്ടെ, നമുക്ക് നമ്മളുടെ ബ്രെയിൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ ഏറ്റവും ഈസിയറായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് വന്നേക്കുന്ന സൗണ്ടിൻ്റെ എല്ലാ സ്ട്രക്ചറും ബ്രെയിനിൻ്റെ അകത്ത് ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് അറിയാവുന്നൊരു പാട്ട്, ആ പാട്ട് 2-3 പ്രാവശ്യം നിങ്ങൾ കേട്ട് നിങ്ങളുടെ ബ്രെയിൻ അത് പഠിച്ചു കഴിയുമ്പോൾ അടുത്ത പ്രാവശ്യം അതിൻ്റെ ട്യൂൺ വന്നാലും നിങ്ങൾക്ക് പാടുന്ന പോലെ തോന്നും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബ്രെയിനിൻ്റെ അകത്ത് ഇതെല്ലാം സ്റ്റോർഡാണ്. അതേ ചെറിയൊരു ട്രിഗർ കിട്ടിയാൽ തന്നെ ബ്രെയിൻ അറിയാം ഇതാ ചെയ്യേണ്ടത്. പക്ഷേ കേൾവിക്കുറവ് വരുമ്പോൾ എന്നാ പറ്റുമെന്ന് വെച്ചാൽ ഈ ട്രിഗർ മാറിപ്പോകും. കാര്യം ബ്രെയിൻ പഠിച്ചു വെച്ചേക്കുന്ന രീതിയിലല്ല ഇവിടുന്ന് സിഗ്നൽ വരുന്നത്. ഇത് തമ്മിൽ കൺഫ്യൂഷൻ വരുമ്പം ബ്രെയിൻ വിചാരിക്കും ദൈവം ഇതിപ്പം എന്താ ഇവിടെ വന്നതെന്ന്. അപ്പം പല ഫോൾഡറിൽ പല സാധനങ്ങൾ എടുത്തു വെച്ചേക്കുക. അപ്പോൾ ബ്രെയിൻ ഇതെല്ലാം ആയിട്ട് മാച്ച് ചെയ്ത് നോക്കുകയോ അപ്പം 3-4 മാച്ചായിട്ടിരിക്കുന്നു. അപ്പം ബ്രെയിൻ വിചാരിക്കും ഇത് എന്നതാ വന്നേക്കുന്നത്. അപ്പം അപ്പോഴാണ് ചിലർ നമ്മൾ പറയുന്ന കാര്യത്തിനായിരിക്കില്ല ഉത്തരം പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സാധനം മാറിപ്പോകും. അപ്പോൾ ഈ ബ്രെയിൻ എപ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് കേൾക്കുന്ന സാധനം ഞാൻ പറയുന്ന സിഗ്നലിൻ്റെ ചെറിയ ക്യൂസ് വെച്ചിട്ട് ഇതുമായിട്ട് പെട്ടെന്ന് മാച്ച് ചെയ്ത് ഇതാന്ന് പറഞ്ഞ് റെസ്പോൺസ് കൊടുക്കുകയോ ചെയ്യുന്നത്. ആ സ്പീഡ് ആൾക്ക് അഫക്റ്റ് ആവും.